അവന് കുട്ടികളും കൂടെ ഇരിക്കരുത് എന്ന്. വല്ലി, തുമ്പ്രുവിന് ഭാര്യയും കുട്ടികളുമുണ്ട്. സ്വാമിൻ, തുമ്പ്രുവിന് വേണ്ടി നാം അസത്യം താനേ ചൊല്ലിയത്. എന്താ ഈ കർമ്മം? സത്യത്തിൽ ഉചിതമായോ? വല്ലിയുടെ ഭ്രമവും മോഹവും കളയാനായി അങ്ങനെ ചെയ്തത് ധർമ്മം തന്നെയാണ് മല്ലിക. അല്ലെങ്കിലും ആദിവാസികളുടെ വേഷം ധരിച്ച് നാടകം നമ്മൾ കളിക്കുന്നു. ഈ നാടകം തുമ്പ്രുവിനും വല്ലിക്കും വേണ്ടി ആവശ്യമല്ലേ? ആ സ്വാമിൻ, നാടകം നമ്മൾ തുമ്പ്രുവിന്റെയും വല്ലിയുടെയും ഗുണത്തിന് ചെയ്തു. ഗുണത്തിനു വേണ്ടി പറഞ്ഞ അസത്യം അസത്യമാകുന്നില്ല. ഏത് സത്യത്തെക്കാളും വലിയ സത്യമായി തീരുന്നു. അന്യന് നന്മയും സർവലോക മംഗളവും ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യം ഒരിക്കലും അധർമ്മമല്ല. അതിന് വിപരീതം ഒരു സത്യം അന്യരുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കിയാൽ അത് അസത്യത്തെക്കാൾ ദോഷപൂർണമാകുന്നു. ദേവി, ഓം നമഃ ശിവായ. 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 ദേവർഷി നാരദൻ, പ്രണാമം. കുമാര കാർത്തികേയ, ഞാൻ അങ്ങയോട് ക്ഷമയാചിക്കാൻ വന്നതാണ്. ക്ഷമായാചനയോ? എന്നോടോ? എന്റെ മുന്നിൽ അങ്ങ് ക്ഷമയാചിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു ദേവർഷേ. ആ, അങ്ങയുടെ മുന്നിൽ ഞാനാണ് ക്ഷമ ചോദിക്കാൻ അർഹനായിരിക്കുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല കുമാര കാർത്തികേയ. സത്യം ഇതാണ്, അങ്ങ് മാതാപിതാക്കളെ ദർശിക്കാനായി അതിഉത്സുകനാണ്. ഇക്കാര്യം ഭഗവാൻ ശിവനിൽ നിന്ന് മറച്ചു വെക്കാനായില്ല. ഞാൻ അങ്ങയുടെ സന്ദേശം പരമേശ്വരനെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ പരമേശ്വരനും ദേവി പാർവതിയും കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അതെയോ? അവരിവിടെ ഉണ്ടോ? ആ, വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉദിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് പുത്രനെ കാണുന്നതിൽ എന്ത് പ്രശ്നമുണ്ടാകാനാ ദേവർഷി? അങ്ങയുടെയും മാതാപിതാക്കളുടെയും കൂടിക്കാഴ്ച എനിക്ക് സ്വയം കാണണമെന്നുണ്ടായിരുന്നു. ഈ ഇച്ഛ മൂലം ഒരു പ്രശ്നവും ഉണ്ടായി, വിളംബവും സംഭവിച്ചു. ആ കാരണം കൊണ്ട് എനിക്ക് അങ്ങയോട് ക്ഷമ യാചിക്കണമെന്നുണ്ട്. ക്ഷമയും യാചനയും രണ്ടും വിസ്മരിച്ച് അങ്ങ് പറയണം ദേവർഷി, അവരിപ്പോൾ എവിടെയാണ്? അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം ഉടൻ നൽകുന്ന കാര്യത്തിൽ ഞാൻ അസമർത്ഥനാണ്. എനിക്ക് ഭഗവാൻ വിശ്വനാഥന്റെയും പാർവതിയുടെയും അഭിലാഷം നിറവേറ്റാനും സാധിച്ചില്ല. പക്ഷേ താങ്കൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കുമാര. അവർ സമീപത്ത് തന്നെയുണ്ട്, അടുത്തു തന്നെ. താങ്കൾ അവരെ ദർശിക്കുകയും ചെയ്യും. എനിക്ക് വിട നൽകിയാലും. നാരായണ നാരായണ. പ്രഭു, ഇതെന്തൊരു ലീലയാണ്! സമീപത്തായിട്ട് കൂടി ദർശനം ലഭിക്കായക. എനിക്കും നിങ്ങളുടെ ഉത്കണ്ഠ അകറ്റാനാകില്ല. നിങ്ങൾ സ്വയം വന്ന് എനിക്ക് ദർശനം നൽകും വരെയും ഞാൻ ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തുമ്പുരു പോയതിനു ശേഷം വല്ലി കരയുന്നു. വളരെ ദുഃഖിതയാണ്. കണ്ട് മോഹിച്ചത് ശരിയായില്ല. വരേണ്ടത് വരും. அம்மாடி அழாது அழாது அம்மாடி அழாது அழக்கூடாது. நான் எல்லாமே கேட்டாச்சு.
ഞാൻ എല്ലാമേ കേട്ടാച്ച് പാത്താച്ച് എല്ലാം ശരിതാനേ. അപ്പ ചെയ്ത തപ്പ് സന്താനം കൂടി അനുഭവിക്ക വേണ്ടിയത് പൊണ്ണേ. ഞാൻ ഏറെ ശീഘ്രം നിർണയം എടുത്താച്ച്. அரசனோடு நான் அநியாயம் பண்ணியாச்சு. எனக்கு அதுல தண்டனையும் கிடைச்சாச்சு. நீயும் அரசனை மறந்தில்லவா? அதுக்கு உனக்கும் தண்டனை கிடைச்சது. தம்பூரி இங்கிருந்து சீக்கிரம் போயதுனாலே என் மனசிலும் சங்கை உண்டாயாச்சு. ஆனாலே நான் அரச வீட்டுல போயாச்சு. அவனோடு நான் சம்மதம் வாங்கியாச்சு. போ அம்மாடி போ. முருகன் சாமி நம்ம காப்பாத்தியாச்சு. முருகன் சாமி நம்ம இருவரையும் காப்பாத்தியாச்சு. நீ போ போ. ஞானிதா வந்தாச்சு. நீ போ நீ போ போ. அர்ஜுனண்ணா, விதாதாவை பண்றதெல்லாமே நல்லதுதானாக்கும். வள்ளியோட பாக்கியம் இப்படி ஆயிருக்கும். நீங்கள் என்னோட விருந்தாளாக்கும், மதிப்பு கூறியவராக்கும். எனக்கு ஒரே ஒரு பிரார்த்தனை தான் இருக்கு. ഏത് പ്രാർത്ഥന? உங்களுக்கு நம்ம பில் சமுதாயத்தோட രീതി നീതി എല്ലാം தெரிஞ்சிருக்குமல்ல. ഞങ്ങളുടെ ഗ്രാമത്തിലെ ബീൽ സമുദായത്തിന്റെ രീതിയും നീതിയും ഞങ്ങൾക്ക് തെരിയും. നിങ്ങളുടെ ഇവിടെ അതുക്കെല്ലാമേ വ്യത്യാസം ഇരിക്കുമാ? இல்ல இல்ல, விசேஷ அந்தரம் இல்ல. இங்க விவாக வீட்டில் இருக்கக்கூடிய விருந்தாளிகள் கூடி வரணும் வധുவோடு சேர்ந்து புனர்விவாகம் பண்ண வேண்டியது. அதுக்காக நீங்கள் ரெண்டு பேரும் இந்த கல்யாணத்துக்கு வரணும் வധുவாக பங்கெடுக்க வேணும். உங்களுக்கு புரிஞ்சுதா? தராசு அண்ணா, உங்களோட மனசோட ஔதாரியம் தெரிஞ்சு நம்மோட மனசும் பிரசன்னமாயாச்சு. தும்பு போயதுக்கு அப்புறம் வள்ளிக்கு துக்கமாயதுக்கு அப்புறம் നിങ്ങൾക്ക് ക്രോധം വരല്ലേ? താങ്കൾ എല്ലാമേ ശരിപ്പെടുത്തിയാச்சு. നാങ്കളെ ചൊല്ലി മനസ്സുക്ക് ഉള്ളിൽ കോപം വരല്ലേ? அர்ஜுன அண்ணா, மனதில் கோபம் வந்தாலே நம்ம மனசும் தேகமும் கெட்டுப்போம். அப்புறம் குரோதத்தாலே ஆறாவது எப்பொழாவது நந்தா இருந்தா, நான் குமரி பொண்ணுடைய அப்பா தானே. குரோதமாச்சா எல்லாமே எப்படி சமாளிக்க முடியும் சொல்லுங்க? സത്യം ചൊല്ലിയാச்சு തരാസു അണ്ണാ. നാങ്കൾ കട്ടായം വരനും വധുവുമായി വല്ലിയുടെയും മരസിന്റെയും വിവാഹത്തിൽ പങ്കെടുപ്പേൻ. அடின சந்தோஷமாச்சே, பெரிய சந்தோஷாச்சு. ഇനി ഭഗവാൻ മുരുകൻ സ്വാമിയെ ദർശിക്കാൻ പോകലാം. ദർശനത്തിക്കല്ല, ആശീർവാദത്തിക്ക്. വാങ്ങ പോകലാം. ഭഗവാൻ മുരുകൻ സ്വാമിയെ ஜெயிக்கட்டே பகவான் கார்த்திகேயன், ജയിക്കട്ടെ. ഭഗവാൻ മുരുകൻ സ്വാമിയെ ജയിക്കട്ടെ. பகவான் கார்த்திகேயன் ജയിക്കട്ടെ.
വെற்றிവേൽ മുരുകൻ, ഭഗവാൻ മുരുകൻ സ്വാമി, ഭഗവാൻ കാർത്തികൻ, ഭഗവാൻ മുരുകൻ സ്വാമി. ഏ സ്വാമി, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നാം മാത്രമല്ല, വീൽ സമുദായം മുഴുവനും മുരുകൻ സ്വാമിയെ ദർശിക്കാനും ആശീർവാദം നേടാനും പോകുന്നു. അപ്പോൾ നമുക്കും നമ്മുടെ പുത്രന്റെ ആശീർവാദം വാങ്ങണമെന്നാണോ? പതുക്കെ പറയൂ ദേവി. ഇവിടെ അവൻ നമ്മുടെ പുത്രനല്ല, ഈ ഭക്തന്മാരുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് അവൻ. നമുക്ക് നടക്കാം.